ശ്രീ ആന്റോ, വന്ദേമാതരത്തിൽ വെട്ടിലായോ കോൺഗ്രസ്? വെട്ടിലായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഇന്ത്യയിലെ കോൺഗ്രസിനെ വിലയിരുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇപ്പം നമ്മൾ ഇന്ന് കേന്ദ്രം കേരളത്തിലേക്ക് കത്തയച്ചു. ആ കത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി എല്ലാവർക്കും കൊടുത്തു. താഴേക്ക് ഇറക്കി എന്ത് പറഞ്ഞു? വന്ദേമാതരം പാടണം എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തിനും കത്തയച്ചിട്ടുണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തിട്ടുണ്ടാവോ ഇത്? ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു മാധ്യമങ്ങളും വന്ദേമാതരം പാടണ്ട എന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ഒരു മാധ്യമം ഇന്ന് ഇന്ത്യയിലില്ല. അതിന് പുറത്ത് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അറിയുക കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത്? ജനങ്ങൾ അറിയുക എന്താണ്? അറിയുന്നത് കുറച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്, അല്ലാതെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ പുകിലുണ്ടായി? കത്തയച്ചപ്പോൾ തുടങ്ങി മാധ്യമങ്ങൾ ഇടപെടുന്നു, പ്രതിപക്ഷം ഇടപെടുന്നു, മുഖ്യമന്ത്രിയുടെ ചോദ്യം വരുന്നു, മുഖ്യമന്ത്രി 15-ാം തീയതി കാണാമെന്ന് പറയുന്നു, അതിനനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്, കോൺഗ്രസ്സിന് ഇവിടെ അബദ്ധം പറ്റിയതാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പാടാൻ എന്തായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉദ്ദേശിച്ചിട്ടില്ല. അത് അവരെ മല്ലികാർജ്ജുന ഖാർഗെ ഉദ്ദേശിച്ചിട്ടില്ല. അത് അവരെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, അത് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, അവിടെ 2 വരി പാടാൻ അവർ തീരുമാനിച്ചിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ അത് പാടാൻ വേണ്ടി, അത് അവർക്ക് അറിയുകയും ചെയ്യാം. 2 സ്റ്റാൻസ പാടാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു, അത് അവർക്ക് അറിയുകയും ചെയ്യാം. ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കാൻ ഒരാളവിടെ വേണ്ടേ? ആ ആളില്ല. ശരിക്കും KC വേണുഗോപാലിൻ്റെ അവിടെ കണ്ടു എന്നുള്ളതാണ്. സേവാദളിനെ ഏൽപ്പിച്ചിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അവിടെ അത് നോക്കാനൊരു സംവിധാനം വേണ്ടേ? അത് നോക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അത് അവിടെ പാടുകയും ചെയ്യുന്നു. ഇവർക്ക് തടസ്സപ്പെടുത്താനും കഴിയുന്നില്ല. തടസ്സപ്പെടുത്തണ്ടയോ വിത്തിൻ സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെ തീരുമാനം എടുക്കും എന്നുള്ളതിലൊരു ആശയക്കുഴപ്പം അവിടെ വന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? തെലുങ്കാനയിൽ എന്താണ് സംഭവിച്ചത്? കർണാടകയിലും തെലുങ്കാനയിലും പിന്നെ ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ, ഹിമാചൽ പ്രദേശിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും ഈ ഒരു നിലപാടിനെതിരെ കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, എന്താ അറിയോ? ഈ തീവ്ര ഹിന്ദുത്വ നിലപാടും മൃദു ഹിന്ദുത്വ നിലപാടും തമ്മിലുള്ള പ്രശ്നമാണത്. കാരണം ഇപ്പം എന്താണ് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിരിക്കുന്നത്? എന്താണ്? ന്യൂനപക്ഷങ്ങളൊപ്പം നിൽക്കുകയും മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. തീവ്ര ഹിന്ദുത്വ നിലപാട് BJP സ്വീകരിക്കും. അപ്പോൾ BJPക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം എന്താണ്? ദേവീസ്തുതി പാകുന്ന ഭാഗം കോൺഗ്രസ് പാടുന്നില്ല എന്നുള്ളത് രാജ്യത്ത് മുഴുവൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാടും. അതുകൊണ്ടാണ് BJP കോൺഗ്രസിനെതിരെ വരാൻ പറ്റും. അതുകൊണ്ടാണ് BJP അതിനെ ഊന്നി കൊണ്ടിരുന്നത്. അല്ലാതെ BJPനെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരം ഇന്ത്യയിൽ മുഴുവൻ പാടട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടിയൊന്നുമല്ല. പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇൻറ്റൻഷനാണ്. പൊളിറ്റിക്കലി അവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ വന്ദേമാതരത്തെ ഉപയോഗിക്കാം എന്നുള്ളൊരു ടൂളായി അവർ വെച്ചിരിക്കുകയാണ്. നേരത്തെ PR സുനിൽ പറഞ്ഞ പോലെ ആ ടൂളിനെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ ആ കാര്യത്തിനകത്ത്. എന്താ നിലപാടെന്ന് പറയുന്നത്? 2 സ്റ്റാൻസ പാടാൻ നേരത്തെയും തീരുമാനമുണ്ട്, ഇന്നും തീരുമാനമുണ്ട്, അത് ഞങ്ങൾ പാടും എന്നുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിനും എല്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളിലും ഇന്ത്യക്കും ബാധകമാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുക, അത് മുന്നോട്ട് പോവുകയും വേണമായിരുന്നു. പക്ഷേ അതിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർണാടകയിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല രാഹുൽ ഗാന്ധിയോ പിന്നെ മല്ലികാർജ്ജുന ഖാർഗെയോ വിളിച്ച് പറയുകയാണ് കർണാടകയിൽ 2 ചാൻസ് പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന DK ശിവകുമാർ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ തെലുങ്കാനയിൽ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അവരെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എല്ലാ രാജ്യത്തിൻ്റെ മുഴുവൻ എത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ CJP സമരം കണ്ടല്ലോ. CJP സമരത്തിൻ്റെ സമയത്ത് എന്താണ്? CJPൻ്റെ സമരത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസം വന്ന് ഒരു പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ ഇട്ട് തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് എത്താൻ ആ ഒരു പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ പാർട്ടി ഇന്നലെ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിനെന്താണ് ക്ലാരിറ്റി? ഉണ്ട്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ ആ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ കോൺഗ്രസിന് അത്രയും വലിയ സമരം നടത്തിയും കോൺഗ്രസ് CJPയിലൊപ്പം എത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു ചങ്ങലയോ ആ പറയുന്ന സംവിധാനമോ കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയൊരു പ്രശ്നങ്ങളെയാണ്. അത് നമ്മൾ ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്ന് കണ്ടാൽ മനസ്സിലാവും എന്നുള്ളത് തോന്നുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ കേസ് വരും എന്ന് വിചാരിച്ചിട്ട് സോണിയാഗാന്ധിനെ പോലെ ഒരാൾക്കെതിരെ ഒരു നല്ല കേസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ കാണണം. അപ്പോൾ അവിടെ ഒരു കേസ് വരും എന്നുള്ളത്, അങ്ങനെ അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവോ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ബലം കഴിഞ്ഞ 12 വർഷമായിട്ടോ 13 വർഷമായിട്ടോ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടി വരുന്നതേ ഉള്ളൂ.
ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ 12 വർഷമായിട്ട് കോൺഗ്രസിനെ ശക്തമായി സമരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അടുത്ത കാലത്തുള്ള CJP വന്ന് വേറൊരു ബദൽ സംവിധാനം വന്നതിൻ്റെ ഒപ്പമാണ് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങുന്നത്. അതിന് മുൻപ് കോൺഗ്രസിന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ടാർഗറ്റഡ് ആണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് രാഹുൽ ഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് സോണിയ ഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് പ്രിയങ്ക ഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് വധേരനെ ഫോക്കസ് ചെയ്യും. വധേരനെ ഇട്ട് പ്രിയങ്ക ഗാന്ധിനെ പിടിക്കാൻ നോക്കും, പ്രിയങ്ക ഗാന്ധിനെ ഇട്ട് വധേരനെ പിടിക്കാൻ നോക്കും. കാരണം ഇത് കോൺഗ്രസിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു കുടുംബമാണ്, വളരെ ഈസി ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസിന് എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്ന് നോക്കുന്ന സമയത്താണ് ഒരു CJP പോലത്തെ ഒരു സമരം വരുന്നത്. അപ്പം കോൺഗ്രസ് നിലപാടെടുക്കുന്നത് എന്താണ്? CJP അവരെ സമരം നടത്തിക്കോട്ടെ, ഞങ്ങൾ ഇവിടെയും കൂടെ കൂടുക. അപ്പോൾ അതൊരു വലിയ സംവിധാനമാവും. അത് കോൺഗ്രസ് ഹൈജാക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? കോൺഗ്രസ് ഉണ്ടാവില്ല, CJP ഉണ്ടാവില്ല. കാരണം എന്താണ്? അവർക്ക് പിന്നെ CJPനെ പിടിക്കേണ്ട കാര്യമില്ല, ആരെ പിടിച്ചാൽ മതി, ഈ കോൺഗ്രസിനെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച കാര്യം, രാഹുൽ ഗാന്ധി അറ്റയാളോട് പറഞ്ഞു വിടുന്നുണ്ട്, സോണിയാഗാന്ധിയോട് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നിന്ന ഒരാളോട് പറഞ്ഞു വിടുന്നത്. പറയുന്നത് എന്താ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇത് തൊടണ്ട, കാരണം ഇത് തടസ്സപ്പെടുത്തണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കും. അല്ല, തടസ്സപ്പെടുത്തിക്കോളാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആ പാടുന്നതോട് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയല്ലോ, അത് നോക്കണ്ട എന്നുള്ളത്. പക്ഷെ അതിനൊരു പ്രിക്കോഷൻ കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മെല്ലെ മെല്ലെ അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ കുറേ ഗാന്ധി കുടുംബത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളെല്ലാം ജനാധിപത്യ പാർട്ടിയാണ്, സംവിധാനമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പും കൂടെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ കൈകാര്യം ചെയ്യും. കാരണം കേരളം എന്ന് പറയുന്ന വേറൊരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ്. കാരണം ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന സംവിധാനമല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് പോലെ, ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിന് പുറത്ത് പോയിരുന്ന് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ 2 സ്റ്റാൻസേ പാടുന്നുള്ളൂ, കോൺഗ്രസ് അതിൻ്റെ ഭാഗത്ത് മുന്നോട്ട് പോയി നിൽക്കും എന്നുള്ള കാര്യം പറയുകയും കേരളത്തിലടക്കം ഈ 2 സ്റ്റാൻസ് പാടി അവസാനിപ്പിക്കുകയും വേണമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല? അത് അവരുടെ നിലപാടാണ് എന്നുള്ളൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇന്ന് AICC ആസ്ഥാനത്ത് കണ്ടത്. Meet the editors.